ഹലോ ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ്. ചക്ക പുഴുക്കും അതിൻ്റെ കൂടെ കക്ക ഇറച്ചി ഉലർത്തിയതും. സാധാരണ നമ്മൾ ചക്കപ്പുഴുക്കിൻ്റെ കൂടെയൊക്കെ ബീഫ് ഉലർത്തിയതോ അല്ലെങ്കിൽ നല്ല മീൻ കറിയോ ഒക്കെയാണ് കൂടുതലും കഴിക്കാറുള്ളത്, അല്ലേ? ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തുള്ളവർ. പക്ഷേ ഇത്തവണ ഞാനൊരു ചെറിയ മാറ്റം പരീക്ഷിക്കുകയാണ്. അതാണ് കക്ക ഇറച്ചി ഉലർത്തിയത്. ഓക്കെ, ഈ കോംബോ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ചക്കയുടെ സീസണൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ വീടുകളിൽ ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ചക്കപ്പുഴുക്കിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല, അധികം അറിയൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ ചക്ക ധാരാളം കിട്ടും. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചക്കപ്പുഴുക്ക് ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കണത് ഈ രീതിയിലല്ല ഉണ്ടാക്കണത്. അത് ഇന്ന് ഉണ്ടാക്കണ ഈ രണ്ട് വിഭവങ്ങളും ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി അമ്മയുടെ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കക്ക ഇറച്ചിയുടെ കാര്യമുണ്ട്. കക്ക ഇറച്ചിയും ഞങ്ങളുടെ നാട്ടിൽ ഒട്ടും തന്നെ കിട്ടാത്ത സാധനമാണ്. പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടും പിന്നെ അത് ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ടൊക്കെ പഠിച്ചു പോയതാണിത്. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ കായലുകളും പുഴകളും ഒക്കെ നമുക്ക് സമ്മാനിച്ചൊരു അമൂല്യ വിഭവമാണ് കക്ക. പ്രത്യേകിച്ച് കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലൊക്കെ കക്ക വിഭവങ്ങൾ വളരെ പ്രശസ്തമാണ്. പിന്നെ അത് വളരെ പോഷക സമൃദ്ധവും വളരെ രുചികരവുമാണ് കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ. നല്ല ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മസാലകൾ, എല്ലാ മസാലകളും ഇടയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചേർത്ത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ അത്. ഇത് സാധാരണ ഞാൻ പറഞ്ഞ മാതിരി ചക്കപ്പുഴുക്കിൻ്റെ കൂടെ നമ്മളെപ്പോഴും മീൻ കറിയൊക്കെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുക. പക്ഷേ ഞാൻ വെറുതെ ഒരു 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 വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് കക്കയിറച്ചിയും ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കിയത്. പക്ഷെ അത് ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ. കക്കയിറച്ചിയുടെ എരിവും ചക്കപ്പുഴുക്കിന് നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റും ഒക്കെ കൂടി വളരെ നന്നായി തോന്നി. അപ്പം ഒട്ടും എന്നെ നിരാശപ്പെടുത്തിയില്ല കേട്ടോ. നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ ഇത് എങ്ങനെയുണ്ട്, ഈ കോംബോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ യൂഷ്വലി ഏതാണ് ഉപയോഗിക്കാറ്, ഇതിൻ്റെ കൂടെ ഏതാണ് കോമ്പിനേഷനായിട്ട് എടുക്കാറ് എന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ ചക്ക കുഴച്ചതും ചക്കപ്പുഴുക്കും കക്കയിറച്ചിക്കും ഇന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളത് എൻ്റെ സ്വന്തം ഭർത്താവ് തന്നെയാണ്. ഇദ്ദേഹമാണ് ഇതെല്ലാം അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം ഇത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ബോബിനേക്കാളും നല്ല ഒരാളില്ല ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് കാരണം ബോബിനെ കൊണ്ടുവന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. സംഭവം കണ്ടിട്ട് അടിപൊളിയാണ്. തിന്നുമ്പോൾ അതിനേക്കാളും കൊള്ളാമോ? സൂപ്പർ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് അതേ അളവിൽ ഇട്ടുണ്ടാക്കൂ. നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുവരെയും നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്.